എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. കേരള PSCയുടെ സെപ്റ്റംബർ മാസത്തെ ഫൈനൽ എക്സാം കലണ്ടർ വന്നേക്കാണ്. ഡിഗ്രി മെയിൻസിന്റെ പരീക്ഷകൾ മാറ്റിവെച്ചിട്ടുണ്ട്. അതായത് സെപ്റ്റംബർ മാസത്തിൽ 2 ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാം ആണ് നടക്കാനിരുന്നത്. ഒന്നാമത്തേത് എക്സൈസ് ഇൻസ്പെക്ടർ, രണ്ടാമത്തേത് അസിസ്റ്റന്റ് ജയിലർ. ഈ 2 പരീക്ഷകളും നവംബർ മാസത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിനൊന്ന് അനലൈസ് ചെയ്യാം. അപ്പൊ അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയണം. കഴിഞ്ഞ യോഗത്തിൽ, അതായത് 10-ാം തീയതി നടന്ന PSC യോഗത്തിൽ തീരുമാനിച്ചതാണ് ഡിഗ്രി പ്രിലിംസിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യണമെന്ന്. പക്ഷെ ഞാൻ ഈ പറയുന്നത് വരെ റിസൾട്ട് ഒന്നും പബ്ലിഷ് ആയിട്ടില്ല. ഇനി താഴേക്ക് പോകുമ്പോൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ ഫസ്റ്റ് ഡേറ്റ് നോക്കടാ. ഡേറ്റ് 14/9/2026 14/9/2026 നടത്താൻ നിശ്ചയിച്ചിരുന്ന അസിസ്റ്റന്റ് ജയിലർ പരീക്ഷ കാറ്റഗറി നമ്പർ 452/2025, അതേപോലെ തന്നെ കാറ്റഗറി നമ്പർ 453/2025 ആ പരീക്ഷ എന്നത്തേക്ക് മാറ്റിയിട്ടുണ്ട്. 2026 നവംബർ മാസം 11 മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ കണ്ടാൽ മതി, നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചും കൂടെ സമയം കിട്ടിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് രണ്ടാമത് അടപ്പുണ്ട്. ഡേറ്റ് പറയുന്നുണ്ട് 28/9/2026. സോ 28 സെപ്റ്റംബറിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന എക്സൈസ് ഇൻസ്പെക്ടർ പരീക്ഷ, അതായത് കാറ്റഗറി നമ്പർ 187/2025, അതേപോലെ 188/2025 ആ പരീക്ഷ 2026 നവംബർ 17 മാറ്റിവെച്ചിരിക്കുന്നു. അതായത് സെപ്റ്റംബറിൽ നടത്താനിരുന്ന 2 പ്രധാനപ്പെട്ട പരീക്ഷകളും നവംബർ മാസത്തേക്ക് മാറ്റിവെച്ചേക്കാണ്. അപ്പൊ എനിക്കറിയാം നിങ്ങൾക്ക് എന്തായാലും ചെറിയൊരു ടെൻഷൻ ആവും. ഒന്നും വിചാരിക്കേണ്ട, നിങ്ങൾ ഇങ്ങനെ കണക്കാക്കാവും. നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട്, പഠിക്കാനായിട്ട് കുറച്ചും കൂടെ സമയം കിട്ടിയേക്കാണ്. നന്നായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ആ പോസിറ്റീവായിട്ട് ഇതിനെ കണ്ടാൽ മതി. അപ്പോൾ നന്നായിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോവുക. അപ്പോൾ റിസൾട്ട് ചിലപ്പോൾ ഇന്ന് വരാം, നാളെ വരാം. PSCയുടെ കാര്യമാണ്. വന്നതിന് ശേഷം മാത്രമേ വന്നെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പ്രിപ്പറേഷനിൽ പുറകിലോട്ട് പോരുത്. നന്നായിട്ട് പഠിച്ചോ. പ്രത്യേകിച്ച് കമ്പനി ബോർഡ് എക്സാമിനൊക്കെ നോക്കുകയാണെങ്കിൽ 4000-ഓളം നിയമനങ്ങൾ നടക്കാൻ പോകുന്ന ഒരു പരീക്ഷയാണ്. ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ പുറകിലോട്ട് പോകരുത്. ആഞ്ഞു വർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ കമ്പനി ബോർഡ് എക്സാമിന് വേണ്ടി നമ്മുടെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി മാത്രമുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബാച്ചാണ്. ഇനി അല്ല, നിങ്ങൾക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, SBCID ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ബാച്ചും നമ്മുടെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് നിങ്ങൾ പഠിച്ചോടാം, മിസ്സാക്കരുത്. ഒരിക്കലും ഈ എക്സാം മിസ്സാക്കരുത്. 4000-ഓളം നിയമനങ്ങൾ നടക്കുന്ന ഒരു പരീക്ഷയാണ്. ആഞ്ഞു പഠിച്ചോ. അപ്പോൾ വേറൊന്നും പറയാനില്ല. പ്രിലിംസിന്റെ റിസൾട്ട് വന്നതിന് ശേഷം മറ്റൊരു സെഷനിൽ കാണാം. താങ്ക് യു.